ഹായ് ദിസ് അഭിരാമി. ഇപ്പോൾ സമയം 4:20 കേട്ടാ. സോ ഐ ഐ ഐ ഗോട്ട് എ മെസ്സേജ് ഇൻ ടെലിഗ്രാം. ആരാ ഇട്ടേന്നൊന്നും എനിക്കറിയത്തില്ല. റീസൺ വേറൊന്നുമല്ല, 2 ഡേയ്സ് മുമ്പേ ഞാൻ നമ്മുടെ യൂട്യൂബ് ചാനലിൽ ഞാനൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. എന്താ സംഭവം എന്ന് വെച്ചാൽ, നമ്മുടെ ഈ ചില FF ക്രിയേറ്റേഴ്സ് റൊമാൻസും പിന്നെ കുറച്ച് ക്രിഞ്ച് പരിപാടിയും മാത്രം കാണിക്കുന്നു എന്നതായിരുന്നു എൻ്റെ ടോപ്പിക്ക്. അത് ഞാൻ റിയാലിറ്റിയാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. അങ്ങനെയെങ്കിൽ അതുങ്ങൾ മറ്റുള്ളവരെ മുമ്പ് നാണം കെടാതെ ഇങ്ങനെ ബോർ പരിപാടി കാണിച്ച് സ്വയം വില കളയരുത് എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ പറഞ്ഞത്. ആരും പറയാത്തതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. ഒരുപാട് വലിയ വലിയ ക്രിയേറ്റേഴ്സ് വരെ എന്നോട് ഇതിനെക്കുറിച്ച് സംസാരിച്ചു, എന്നിട്ടും ആരും അവരോട് പറഞ്ഞില്ല. പക്ഷെ ഞാൻ പറഞ്ഞ് സഹായിച്ചതാണ്. ആൻഡ് ഐ ഗോട്ട് എ മെസ്സേജ് ഇൻ മാർച്ച്. ഇത് ഞാൻ സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചേക്കുന്നതാണ്. ഒറിജിനൽ നമ്പർ ഇതെന്ന് കണ്ടുപിടിക്കേണ്ട ആരാണ്, എന്നിട്ടല്ലേ പുറത്തിടാൻ പറ്റുള്ളൂ. ഇത് വലിയ പ്രശ്നമാക്കാനൊന്നല്ല, ഞാൻ ഡീൽ ചെയ്തോളാം. പക്ഷെ എനിക്ക് പറയണമെന്ന് തോന്നി. മാർച്ച് 21 കാണാവോ? ഓ സോറി, ഇവിടെ അല്ലല്ലോ ഒത്തല്ല. മാർച്ച് 21 മെസ്സേജ് ഇങ്ങനെയാണ്: ഹായ്, എക്സ്ക്യൂസ് മീ, വാട്ട് ദ ഫക്ക് യു സെഡ് ഇൻ യൂട്യൂബ്. അതാണ് ഫസ്റ്റ്. ആൻഡ് യു ഓൾസോ എ FF ക്രിയേറ്റർ ആൻഡ് യു ഓൾസോ ഡൂയിങ് FF വിത്ത് റൊമാൻസ്. മേ ബി യു ആർ നോട്ട് എ കോപ്പിങ് സ്റ്റോറി ഫ്രം ഹിന്ദി സീരിയൽസ്. അപ്പോൾ അറിയാം ഞാൻ കോപ്പി ചെയ്യുന്നില്ല. ആൻഡ് സീരിയൽസ്, ബട്ട് യു ഡു റൊമാൻസ് റൈറ്റ്. സോ യു ഡോണ്ട് റൈറ്റ് സേ എനിത്തിങ് ദാറ്റ് ക്രിയേറ്റേഴ്സ് വിഷ്. എന്ത് ചെയ്യണം വേണ്ട എന്നുള്ളത് മലയാളിയാണ്. അപ്പോൾ സോ സൈലൻറ്റ് ആൻഡ് ലീവ് ഓർ ഡോണ്ട് വാച്ച്, അതർവൈസ് വി വിൽ ഷോ യു. അപ്പോൾ നമുക്ക് കാണാം. നിങ്ങൾ എന്നെ ഷോ ചെയ്യ്, എന്നിട്ട് ഞാൻ നിർത്താം ഇത് എന്നാണ് ഞാൻ വിചാരിക്കുന്നത് എന്ന് നിങ്ങൾ വിചാരിക്കേണ്ട. ഞാനിത് ചുമ്മാ എനിക്കിങ്ങനെയൊക്കെ വരുമ്പോൾ ഭയങ്കര സന്തോഷമാണ്. ഈ അണഞ്ഞിരിക്കുന്ന തീയൊക്കെ ഊതി കത്തിക്കുക എന്നൊക്കെ പറയുന്നത് അതൊക്കെ ഒരു കഴിവല്ലേ. ഞാനൊരു കാര്യം പറയട്ടെ, ഞാൻ ആരെ അപമാനിച്ചതല്ല. ഒന്നാമത്തെ കാര്യം, ഞാൻ ഇട്ട വീഡിയോയിൽ ഞാൻ പറയുന്നുണ്ട് ഞാൻ റൊമാൻസ് ചെയ്യുന്ന ആളാണ്. പക്ഷേ ഞാൻ അവിടെ പറഞ്ഞതുപോലെ ഞാൻ ഇവിടെ റൊമാൻസ് ചെയ്യുന്നില്ല. ആവശ്യത്തിന് മാത്രമേ ചെയ്യുന്നുള്ളൂ. അതും വേണം എന്ന് തോന്നുന്നിടത്തും കഥയ്ക്ക് ആനുകൂല്യമായിട്ട് വേണം എന്നുള്ള നിർബന്ധം ഉള്ളിടത്ത് മാത്രമേ ഞാൻ റൊമാൻസ് ചെയ്യുന്നുള്ളൂ. അല്ലാതെ ഉള്ളിടത്ത് മൊത്തം റൊമാൻസ് വാങ്ങിച്ചിട്ട് കോപ്പിറൈറ്റും സ്ട്രൈക്കും ബ്ലോക്കൊന്നും വാങ്ങാൻ എനിക്ക് താല്പര്യമില്ലാത്തതുകൊണ്ട് ഞാൻ റൊമാൻസ് അധികം ചെയ്യാറുമില്ല. എൻ്റെ കഥകൾ കാണുന്നവർക്കറിയാം. പിന്നെ എൻ്റെ കഥ കൊള്ളൂലെന്നും ഞാൻ ചെയ്ത കഥയിലൊന്നും കഥയില്ലെന്നും ഇന്നേ വരെ ഒരാളും പറഞ്ഞതായിട്ട് ഞാൻ അറിഞ്ഞിട്ടില്ല. മേ ബി ചിലപ്പോൾ എന്നോട് നേരിട്ട് പറഞ്ഞിട്ടുണ്ടായിരിക്കത്തില്ല, നിങ്ങളോട് പറയാത്ത പോലെ. പക്ഷേ വേറൊരാളോട് പറഞ്ഞു എന്ന് പറഞ്ഞ് ഞാൻ അറിഞ്ഞിട്ടില്ല. പക്ഷേ നിങ്ങളുടെ കാര്യങ്ങൾ വേറൊരാളോട് പറഞ്ഞു എന്ന് പറഞ്ഞ് ഞാൻ അറിഞ്ഞത് കൊണ്ടാണ് നിങ്ങളെ സഹായിക്കാനായിട്ട് ഞാൻ വന്ന് വീഡിയോ ഇട്ടത്. വൈ ഡോണ്ട് യു അണ്ടർസ്റ്റാൻഡ് മീ ഗൈസ്? ഞാൻ നിങ്ങളുടെ നല്ലതാണ് ഞാനിവിടെ നടത്തി തരണമെന്ന് ഉദ്ദേശിച്ചത്. വെറുതെ ഒരു ക്രിയേറ്ററിൻ്റെ വില പോകണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ വന്ന് പറഞ്ഞു തന്നത്. അപ്പം നിങ്ങൾ ഭീഷണിയോ എന്നെ? അത് ഒരു നിമിഷം ഒന്ന് ആലോചിച്ചോ, എന്നെ ഭീഷണിപ്പെടുത്തുന്നതിന് മുമ്പേ. നിങ്ങൾ എന്തുകൊണ്ട് ആലോചിച്ചില്ല? പറ. വൈ ആലോചിച്ചില്ല? ഇതൊക്കെ ആലോചിക്കണ്ടേ? ഒന്നുമില്ലെങ്കിൽ ഞാൻ നല്ല വെച്ചല്ലേ? എന്നെക്കുറിച്ച് അപവാദങ്ങൾ പറഞ്ഞിട്ടുണ്ടെങ്കിലും, എന്നെക്കുറിച്ച് കൊള്ളരുതായ്മകൾ ആൾക്കാർ പറഞ്ഞിട്ടുണ്ടെങ്കിലും, എൻ്റെ കഥകളെക്കുറിച്ച് ഇന്നേ വരെ ആരും ഒന്നും പറഞ്ഞിട്ടില്ല. സോ അത് വന്ന് പറയാനും അത് വന്ന് പറഞ്ഞ് മനസ്സിലാക്കി തരാനുള്ള അർഹത എനിക്കുണ്ട് എന്ന് ഞാൻ വിചാരിച്ചു. ഇനിയിപ്പോൾ നീയൊക്കെ സീരിയലിടെ, തമിഴ് സിനിമയുടെ, ഏതെങ്കിലും മറാത്തി എടുത്തിടെ, എന്ത് തേങ്ങ വേണം കേട്ടോ. ഐ ഡോണ്ട് കെയർ അബൌട്ട് ദിസ് ടൈപ്പ് ഓഫ് ഫക്കിംഗ് തിങ്സ്. ആക്ച്വലി ഞാനൊരു ഹെൽപ്പ് ആയിക്കോട്ടെ, ഇതിൽ പലരും എനിക്കറിയാമല്ലോ എന്നുള്ളൊരിതിലാണ് ഞാൻ വന്ന് ഇങ്ങനൊരു സംഭവം ഇട്ടത്. നേരിട്ട് പോയി പറയാനാണെങ്കിൽ ഒരുപാട് പേരോട് പറയണം. ആരോടൊക്കെ പറയും? കുറേ പേരുണ്ട്. പിന്നെ ഞാൻ കണ്ട ആ FF ഏതൊക്കെയാണെന്ന് ഒരു കൊച്ചെന്നോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു. ആക്ച്വലി എനിക്ക് വേണമെങ്കിൽ അത് പോയി വാച്ച് ലിസ്റ്റിൽ പോയി നോക്കിക്കഴിഞ്ഞാൽ കിട്ടുകയൊക്കെ ചെയ്യും. ഞാൻ ചാനലൊന്നും കണ്ടില്ല, പക്ഷേ ഞാൻ പോയി നോക്കി അത് പറഞ്ഞ് ആ പരിപാടിയിൽ നിന്ന് എനിക്ക് വയ്യ, അതുകൊണ്ട് ഞാൻ പറയുന്നില്ല. പക്ഷെ എന്നാലും ഞാൻ പറയാം, നിനക്കൊക്കെ വേണമെങ്കിൽ നീയൊക്കെ മാറ്റിയാൽ മതിയടേ. ഞാൻ ചുമ്മാ ഒരു പരോപകാരം ആയിക്കോട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് പറഞ്ഞതാണ്. ഇതിപ്പോൾ എനിക്ക് തന്നെ തലവേദനയാവും ഞാൻ വിചാരിച്ചില്ല. അതായത് ഇത് അയച്ച ഇംഗ്ലീഷ് മലയാളിയായിട്ടുള്ള ഇംഗ്ലമളാളിയെ ഞാൻ കണ്ടുപിടിച്ചോളാം. ബാക്കി കാര്യങ്ങളൊക്കെ ഇംഗ്ലമളാളിക്ക് ഞാൻ നേരിട്ട് തന്നെ കൊടുത്തോളാം. നേരത്താണ് ഉണ്ടായിക്കോളാം. അപ്പം വേണമെങ്കിൽ നിങ്ങൾ കോപ്പി അടിക്കുക, എന്ത് തേങ്ങ വേണമെന്ന് ചെയ്യോ. ഐ ഡോണ്ട് കെയർ. ഞാൻ നമ്മുടെ അതേ ഫീൽഡല്ലേ, ഒരു പരസഹായമായിക്കോട്ടെ, വികലാംഗരല്ലേ എന്നൊക്കെ വിചാരിച്ച് വന്ന് പറഞ്ഞതാണ്. ഇത്രയും വലിയ ഉപദ്രവം നിങ്ങൾക്ക് എൻ്റെ നല്ല മനസ്സിൽ നിന്ന് ഉണ്ടാകുമെന്ന് ഞാൻ വിചാരിച്ചില്ല. സോ ഐ എം റിയലി സോറി. എന്നൊന്നും ഞാൻ പറയത്തൊന്നുമില്ല. നീയൊന്നും ഒരു കാലത്ത് നന്നാവത്തില്ല എന്ന് എനിക്ക് അന്നേ അറിയാമായിരുന്നു. എന്നിട്ട് ഞാൻ വന്ന് വീഡിയോ ഇട്ടു. എങ്ങാനും നീയൊക്കെ മാറ്റട്ടെ എന്ന് വിചാരിച്ചിട്ട് അപ്പോൾ ഭീഷണി. ഇനിയിപ്പം പ്രൊവോക്ക് ചെയ്ത സ്ഥിതിക്ക് നമുക്ക് വേറെ കളിക്കാം. ഇവിടം വരെ ആയില്ലേ? അടുത്ത വീഡിയോയിൽ ആരൊക്കെയാണ് സീരിയൽസുകൾ കോപ്പി അടിച്ചിടുന്നതെന്നുള്ള പ്രൂഫുമായി വരുന്നതായിരിക്കും. അപ്പോൾ പ്രശ്നമൊന്നും വരത്തില്ലേ? അപ്പോൾ പിന്നെ ഭീഷണിയുടെ സ്വരങ്ങൾ മാറുമെന്നായിരിക്കും എൻ്റെ ഒരു പ്രതീക്ഷ. അങ്ങനെ വേണമല്ല, എന്നാലും എനിക്കൊരു സുഖം കാണത്തുള്ളൂ. എന്നാൽ അത് വെറുതെ ഇരിക്കുമോ? അപ്പോൾ ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ വന്നാലേ ലൈഫിനൊരു ത്രില്ലുള്ളൂ. ശരി, ബൈ.